ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞു കടയാട്ടോ. ഇവിടെ കുറേ അധികം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ചായ, കാപ്പി, ബൂസ്റ്റ്, ഹോർലിക്സ്, ചിക്കൻ കട്ലറ്റ്, പൊറോട്ട, ചിക്കൻ പെരട്ട്, ചില്ലി ചിക്കൻ, പിന്നെ അവരുടെ സ്പെഷ്യൽ ചിക്കൻ ചക്കോലി. ഈ സ്പെഷ്യൽ ചിക്കൻ ചക്കോലി എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ഈ ഇവരായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു ഐറ്റം കേട്ടോ. ഇവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. പിന്നെ ഇവർ ഉള്ളത് ഇടിയപ്പം, നല്ല തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയ ഇടിയപ്പം, പിന്നെ ചപ്പാത്തി, പിന്നെ പൊറോട്ടയാട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന് സൈഡായിട്ട് കൊടുക്കാനുള്ളത് അടിപൊളി ബീഫ്, ഇങ്ങനെ റോസ്റ്റാക്കി അടിപൊളി ബീഫ് റോസ്റ്റ്, പിന്നെ ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്ത അടിപൊളി ചിക്കൻ ഫ്രൈ, സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന അടിപൊളി ഫ്രൈ ആട്ടോ അവരുടെ ചിക്കൻ ഫ്രൈ ഒക്കെ. പിന്നെ കൊത്തു പൊറോട്ടയൊക്കെ അടിപൊളിയായിട്ട് നല്ല ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ചിക്കനും ബീഫും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയാക്കി ഉണ്ടാക്കിയത്. ഇങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് പൊളിയാക്കിയാണ് ഒരു സാധനം തന്നെ. അപ്പോൾ നമ്മളിവിടുന്ന് പറഞ്ഞത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ചക്കോലി. നമ്മളിവിടെ കഴിക്കാൻ വേണ്ടി 2 ഇടിയപ്പം, പിന്നെ ഹാഫ് ചിക്കൻ ഫ്രൈ അവിടെ പറഞ്ഞത്. ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. അവിടെ ആ ഒരു സ്പെഷ്യൽ മസാലയിൽ ആ പൊടിയൊക്കെ ചേർത്ത് അടിപൊളിയാക്കി ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ സലാഡും നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ശരിക്കും വന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ ഐറ്റം കഴിക്കാനാണ്. ഇതിൻ്റെ പേര് ചിക്കൻ ചക്കോലി. ചിക്കൻ ചക്കോലി കാണുമ്പോൾ തന്നെ നല്ല ചിക്കനൊക്കെ ആയിട്ട് നമുക്ക് ചിക്കൻ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും അടിപൊളി ഒരു സാധനം കേട്ടോ ഇത്. കരച്ച് കഴിഞ്ഞാൽ അവർ 50 രൂപയായിട്ട് ഈടാക്കുന്നത്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്ക്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയണമെന്നും കൂടെ ഒന്ന് അറിയിക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ ഇടിയപ്പവും ഒരു പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി അവരുടെ ആ ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ല ഒരു കഷ്ണം പൊറോട്ടയും ഒരു കഷ്ണം ചിക്കനും, പിന്നെ അതിൻ്റെ സവോളയും, പിന്നെ അതിൻ്റെ സ്പെഷ്യൽ അവരുടെ ഒരു പൊടിയാണ്, ആ മസാലപ്പൊടി, അതും ആ ചിക്കൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. മോനെ പൊളിയാട്ടോ, നല്ല രസമുണ്ട്. നല്ല ഇഞ്ചി മുളക് എല്ലാം ചേർത്ത് വരുന്നൊരു സാധനം. പിന്നെ ഗ്രേവി അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സാധനം ഉണ്ടായത് എന്താ സംബന്ധിച്ച് ഇവർ വീട്ടിൽ നിന്ന് അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എനിക്ക് സ്ഥലം പറഞ്ഞു തന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഇജാസ്മെന്ന് പറയുന്നത്. ഇവർ മുഴുവൻ സാധനങ്ങളും അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമായിട്ടോ. എല്ലാ സാധനവും എല്ലാം വേവിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് പൊരിക്കൽ മാത്രമായിട്ട് ഇവരോട് ചെയ്യണുള്ളൂ. ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് ചിക്കൻ ചക്കോലി. നമ്മളൊരു വൈകിട്ട് 4 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു 9 മണി 10 മണി വരെ കാണും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആരിസമുള്ളൂ നമ്മുടെ ഒരു സ്പെഷ്യൽ മിൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്നായിക്കോട്ടെ, ഇതിൻ്റെ മിൻറ്റിറ്റിയും കൂടെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ പുള്ളി നമുക്ക് മിൻറ്റി തന്നു. അപ്പോൾ അടിയിൽ ശരിക്കും വെള്ളവും മുകളിൽ ആ മസാലയൊക്കെ ആയിട്ടോ ആ ടീ കിടക്കുന്നു. മേളിൽ പിന്നെ മിൻറ്റ് ലീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര സൈഡിൽ നിന്ന് കരമനയ്ക്ക് പോകുമ്പോൾ കൽപ്പാളയത്ത് തന്നെ നമ്മുടെ കരമന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന ആ വഴിയുടെ ചേർന്നിരിക്കുന്ന ഹയാർ ഫാസ്റ്റ് ഫുഡിലായിരുന്നു നമ്മളിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെറൈറ്റി ചിക്കൻ ചക്കോലി നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പതിവ് പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട ഒരു വീഡിയോ, കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ തിരുവനന്തപുരത്ത് വന്നാൽ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.